ദിവസം നല്ല എനർജിയോട് കൂടി ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിരിക്കണം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രക്തക്കൊഴലുകളും അതുപോലെ തന്നെ സിരകളും ഒക്കെ ഉണ്ട്. രക്തക്കൊഴലുകൾ ശുദ്ധമായിട്ടുള്ള രക്തമാണ് നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലോട്ടും കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നമ്മൾ എനർജി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടണം. ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്ക് അവരുടെ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നമുക്കറിയാം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കോശങ്ങൾ കൊണ്ടാണ്. തല മുതൽ കാല് വരെ നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾക്കൊക്കെ ന്യൂട്രിയൻസ് കിട്ടുന്നത് ബ്ലഡിൽ നിന്നാണ്, അതായത് ഓക്സിജനിൽ നിന്നാണ്. അപ്പം ഈ ഒരു ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ കോശങ്ങൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കോശങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലുള്ള അസുഖങ്ങളും കുറയും. അല്ല നമുക്കറിയാം നമ്മുടെ കോശങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവുന്നു, അതുപോലെ തന്നെ എല്ലാ ദിവസവും നശിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഗ്രോത്ത് കോശങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടണം. നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഒരു ആദ്യത്തെ സ്റ്റേജിൽ കുറയുന്ന സമയത്ത് വലിയ സിംറ്റംസോ ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പിന്നീട് അതൊരു അസുഖമായിട്ട് മാറുമ്പോഴായിരിക്കും നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അസുഖം വന്ന് ഇപ്പോൾ പ്രമേഹ രോഗികൾ വളരെ കോമൺ ആണ് കാലിൽ വരുന്ന തരിപ്പ്, മരവിപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം അവരുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ടാണ്. അതായത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും എക്സസൈസ് ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന കുറച്ച് ആളുകളുണ്ട്. ഏതൊക്കെ രോഗമുള്ള ആളുകളിലാണ് ഈ സർക്കുലേഷൻ കുറയുന്നത്? മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രമേഹ രോഗം തന്നെയാണ്. പ്രമേഹ രോഗം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലായിക്കോട്ടെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രക്തത്തിൽ ഷുഗർ കൂടുതലായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. ഇങ്ങനെ ഷുഗർ കൂടുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൻ്റെ കട്ടി കുറയും, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ കുറയും. ഫ്ലോ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താവും? സർക്കുലേഷൻ കുറയും. അപ്പോൾ സർക്കുലേഷൻ കുറയുമ്പം ഇങ്ങനെയുള്ള ആളുകളിൽ കൈകാലുകളിലോട്ട് തരിപ്പ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ മരവിപ്പ് അനുഭവപ്പെടുക. വളരെ കോമൺ ആയിട്ട് അവർ പറയാറുണ്ട് അവർക്ക് കൈക്കും കാലിനും പുകച്ചിലുണ്ടാവുക എന്നൊക്കെ പറയുന്ന കാര്യം. ഇതൊക്കെ അവരുടെ ശരീരത്തിൽ സർക്കുലേഷൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രമേഹ രോഗികൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഷുഗർ കൺട്രോൾ ആ ഒരു ലെവലിലോട്ട് വരിക. അതിപ്പോൾ നിങ്ങൾ നോർമലായിട്ട് ഫാസ്റ്റിംഗ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ HbA1c ഒക്കെ ചെക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പം അതൊക്കെ അതിൻ്റെ ഒരു നോർമലായിട്ടുള്ള റേഞ്ചിലാണോ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റൊരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അമിതവണ്ണമുള്ള ആളുകളാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ അവരുടെ ബോഡിയിൽ സർക്കുലേഷൻ ചില സമയങ്ങളിലൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടെ വെയിറ്റ് കുറയ്ക്കുക, അമിതവണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അവരുടെ ശരീരഭാഗങ്ങളിലൊക്കെ വരുന്ന ഡിസ്കളറേഷൻ. മെയിനായിട്ടും കൈകാലുകളിലൊക്കെ ഒരു കറുപ്പ് നിറം ഉണ്ടാവുക, അതുപോലെ തന്നെ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്ക് തന്നെ അവർക്ക് കാലിന് വേദന അനുഭവപ്പെടുക, കടച്ചിൽ അനുഭവപ്പെടുക. ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ അമിതവണ്ണമുള്ള ആളുകൾ പറയുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ BMI ഓക്കെ ആണോ, അതായത് അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ളൊരു വെയിറ്റ് ആണോ അവർക്കുള്ളത്, അത് അവർ നോർമലായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ. നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുള്ളൂ. അപ്പം കൂടുതലായിട്ടും അമിതവണ്ണമുള്ള ആളുകൾക്ക് പ്രമേഹം വരാനുള്ള ചാൻസസ് കൂടുതലാണ്, അവർക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാരണം എന്ന് പറയുന്നത് DVT ആണ്. DVT നമുക്ക് എല്ലാവർക്കും അറിയാം, ഡീപ്പ് വെയിൻ ത്രോംബോസിസ്. ആ ഒരു വേർഡ് പറയുന്നുണ്ട്. ത്രോംബസ് ആണ് ഇവിടെ ഡീപ്പ് വെയിൻ്റെ അകത്ത്. മെയിനായിട്ടും 2 വെയിൻസ് ഉണ്ട്, സൂപ്പർഫിഷ്യൽ വെയിൻസും ഉണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് വെയിൻസും ഉണ്ട്. ഇതിൽ ഡീപ്പ് വെയിനിൽ ഒരു ത്രോംബസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഏരിയയിലോട്ടുള്ള സർക്കുലേഷൻ കുറയും. അത് നമ്മൾ ഡോപ്ലർ സ്റ്റഡീസൊക്കെ ഉപയോഗിച്ച് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൈകാലുകളിലോട്ട്, മെയിനായിട്ടും കാലിലോട്ടുള്ള സർക്കുലേഷൻ കുറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. അപ്പോൾ ഇവരിൽ വളരെ കോമൺ ആയിട്ട് ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട്. അതിൽ ആദ്യം തന്നെ പറയുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് അവരുടെ കാലിൽ നല്ല രീതിയിൽ നീര് വരും. അവർ കുറച്ച് സമയം ഒന്ന് കാല് തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് കാലിൽ നീര് വന്ന് കിടക്കും. അതായത് ഈ രക്തത്തിലുള്ള ഫ്ലൂയിഡ്സൊക്കെ കോശത്തിലോട്ട് ഇറങ്ങി വരുന്നത് കൊണ്ടാണ് അവരുടെ കാലിൽ നീര് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയുന്നത് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ കൂടുതൽ സമയം കാല് തൂക്കിയിട്ട് ഇടാതിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ഇരിക്കുക. കണ്ടിന്യൂസ് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്ക് കാലിനൊക്കെ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അതാണ് ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകളിൽ ഇങ്ങനെ സർക്കുലേഷൻ കുറയാറുണ്ട്. നമുക്കറിയാം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന സമയത്ത് വെയിനിൽ ഇതുപോലെ തന്നെ നമ്മുടെ വെയിനിൻ്റെ വാൽവിന് പ്രശ്നം കൊണ്ട് ഇത് തടിച്ച് വളഞ്ഞു പൊളഞ്ഞ് കാണുന്നതാണ്. ഈ ഞരമ്പ് പുറത്തോട്ട് തടിച്ച് കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിലും ഈ ഒരു ബാക്ക് ഫ്ലോ ഉണ്ടാവുന്നില്ല. രക്തം തിരിച്ച് ഹൃദയത്തിലോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ടാണ് അവിടെ കാണിക്കുന്നത്.
വരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എപ്പോഴും നിങ്ങളുടെ കാലിനോ എപ്പോഴും മസാജ് കൊടുക്കുക. ഒരു ബാക്ക് അതായത് കാലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകൾ ഭാഗത്തോട്ട് ഒരു ബാക്ക് ഫ്ലോ കൂട്ടുന്ന രീതിയിലുള്ള മസാജ് എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓയിലോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങളൊരു 20 മിനിറ്റ്സ് എങ്കിലും ഇതിന് വേണ്ടിയിട്ട് മസാജ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കാല് എപ്പോഴും തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ കുറയ്ക്കുക. അപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 2-3 പില്ലോസ് അടിയിൽ വെച്ചിട്ട് കാല് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ചൂട് പിടിക്കുന്നത് മാക്സിമം ഒഴിവാക്കണം. ചൂട് പിടിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു ത്രോംബസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അവരിൽ കാണിക്കുന്ന ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ചൊറിച്ചിൽ, അതുപോലെ തന്നെ ഡിസ്കളറേഷനൊക്കെയാണ്. അതായത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള രക്തയോട്ടം അവിടേക്ക് വരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഏത് ഭാഗത്താണോ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഇത് ഉണ്ടാകുന്നത് അവിടെ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള കളറിൽ നമ്മുടെ സ്കിന്ന് ചേഞ്ച് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നല്ല ചൊറിച്ചിൽ, നീര് വന്നിട്ട് നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അവരിൽ വളരെ കോമൺ ആയിട്ട് കാണിക്കുന്നത് വേദനയോ അല്ലെങ്കിൽ കടച്ചിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മസിൽ ക്രാംസ് ഒക്കെയാണ്. മസിൽ ക്രാംസ് എന്ന് പറയുന്ന സമയത്ത് കൂടുതലായിട്ടും കാലിൽ മസിൽ പെട്ടെന്ന് കോച്ചി പിടിക്കുക. ഈ മസിൽസിനാണെങ്കിലും ബോൺസിനാണെങ്കിലും ഒക്കെ രക്തം ഉണ്ടെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി ഈസി ആവത്തുള്ളൂ, അല്ലെങ്കിൽ മൊബിലിറ്റി കുറച്ചും കൂടി ഈസി ആവത്തുള്ളൂ. അപ്പം ഈ രക്തം കുറയുന്ന സമയത്ത് എന്ത് പറ്റും, പെട്ടെന്ന് ഈ മസിൽ ക്രാംസ് കുറയും. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു മസിൽ ക്രാംസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മറ്റൊന്നെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ കാലിലെങ്ങാനും ഒരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാനുള്ള ടൈമും കൂടുതൽ എടുക്കുന്നത് ഈ സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകം പറയുകയാണെങ്കിൽ പ്രമേഹ രോഗികളിലൊക്കെ ആണെങ്കിലും അവർക്കൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരാളുകളാണ് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളുകൾ. സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ സിഗരറ്റിലുള്ള ഈ നിക്കോട്ടിൻ നിങ്ങളുടെ ബ്ലഡ് വെസൽസിൽ പോയിട്ട് അടിഞ്ഞു കിടക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടുള്ള സർക്കുലേഷൻ കുറയാം. അതുകൊണ്ടാണ് സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരുടെ കാലിലെങ്ങാനും ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒബ്ലിറ്ററൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, ത്രോംബോ ആൻജൈറ്റിസ് ഒബ്ലിറ്ററൻസ് പോലുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മാറിയാൽ നമുക്ക് ചിലപ്പം കാല് വരെ മുറിച്ച് മാറ്റേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ വരും. സിഗരറ്റ് സ്മോക്കിംഗ് ഉള്ള ആളുകളിലും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ട് ബ്ലോക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നോർമലി സിഗരറ്റ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് വരിക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലുകളിലോട്ടുള്ള കൈകളിലോട്ടുള്ളൊക്കെ സർക്കുലേഷൻ കുറയാനും ഇതൊരു കാരണമാവുന്നുണ്ട്. അപ്പം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളിൽ കാണിക്കുന്ന ഒരു മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ കൈ കാലുകളൊക്കെ പെട്ടെന്ന് അങ്ങ് തണുത്തു പോവുക, ഈ കൈക്ക് കടച്ചിൽ വരിക, വേദന വരിക, കൈയൊക്കെ എപ്പോഴും തണുത്തിരിക്കുക എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിൽ ഒരു ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ടെമ്പറേച്ചർ കുറച്ച് മാറിയിരിക്കും. എന്നാൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ബോഡി എന്ത് ചെയ്യും, ആ ഒരു കോൾഡ് സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഒരാൾ തന്നെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആളുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തണുക്കും. അതിനുള്ളൊരു മെയിൻ റീസൺ സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ബോഡി തണുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും അവരിൽ കാണിക്കുന്ന സിംറ്റംസ്. അതുപോലെ തന്നെ സർക്കുലേഷൻ കുറഞ്ഞ ഏരിയയിൽ അവർക്ക് രോമങ്ങൾ കുറവായിരിക്കും, രോമങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസും ഉണ്ട്. ഇതൊക്കെയാണ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെരിക്കോസ് വെയിൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു കാരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രമേഹം ഉണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നതുകൊണ്ട്. ഈ കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്കതൊരു ഹെൽത്ത് ചെക്കപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇങ്ങനെ സർക്കുലേഷൻ കുറവായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നോർമലി നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ HDL കൊളസ്ട്രോൾ കൂടണം, LDL കൊളസ്ട്രോൾ എപ്പോഴും കുറവായിരിക്കണം. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂടുന്നതെന്ന് വെച്ചാൽ നല്ല കൊഴുപ്പ് നമ്മുടെ ബോഡിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നല്ല കൊഴുപ്പ് കൂട്ടാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ നല്ല കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവക്കാഡോ, ഒലീവ് ഓയിൽ, നിലക്കടല, മുട്ട നിങ്ങൾക്ക് കഴിക്കാം. മുട്ട എന്ന് പറയുന്നത് മുട്ടേൻ്റെ അകത്തുള്ളൊരു ലെസിത്തിൻ ഉണ്ട്. ഈ ലെസിത്തിൻ നമ്മുടെ ശരീരത്തിൽ സർക്കുലേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സർക്കുലേഷനൊക്കെ കൂട്ടി നമ്മുടെ ബോഡി ബ്ലഡൊക്കെ കുറച്ചും കൂടി പ്യുവർ ആക്കുക, അതായത് അത് ഇംപ്യുവർ ആയിട്ടുള്ള ബ്ലഡ് പ്യുവർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു
വെജിറ്റബിൾ ആണ് എന്ത് ബീട്രൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബീട്രൂട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ കുറച്ചും കൂടി നഷ്ടപ്പെടും. അപ്പം ഇങ്ങനെ സർക്കുലേഷൻ കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അത് ജ്യൂസ് ആക്കി എടുക്കാം. അപ്പോൾ ജ്യൂസ് ആക്കി എടുക്കുന്ന സമയത്ത് ഫൈബേഴ്സ് നഷ്ടപ്പെടുന്ന ഉള്ള ആളുകളാണെങ്കിൽ അത് അരിക്കാതെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ കുടിക്കുക. നിങ്ങൾ ഷുഗർ ആഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സോൾട്ട് മാക്സിമം ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കുടിക്കുക. ഈ ബീട്രൂട്ടിൻ്റെ അകത്തൊക്കെ ഒരുപാട് നൈട്രേറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ ബോഡി തന്നെ ഇതിനെ ഒരു നൈട്രിക് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർട്ടറീസിൻ്റെ ഒക്കെ ഹെൽത്ത് ആണെങ്കിലും അതുപോലെ തന്നെ വെയിൻ്റെ ഹെൽത്ത് ആണെങ്കിലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് കഴിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിലൊക്കെ ആപ്പിൾ, മുന്തിരി, ബെറി ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ മാക്സിമം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലേഷനൊക്കെ കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലോട്ട് ഉണ്ടാവാനൊക്കെ ഈ ക്ലോട്ട് ബ്രേക്ക് ചെയ്യുന്ന ഫൈബ്രിൻ ആണ് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഫൈബ്രിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി കഴിക്കാം. ഇഞ്ചി ഇപ്പോൾ നിങ്ങളൊരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി നിങ്ങൾക്ക് ചായയിലിട്ടിട്ടോ ചുമ്മാ വെള്ളത്തിലിട്ടിട്ടൊക്കെ ഡെയിലി കഴിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 1 മന്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 1 മന്ത് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാലങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് എന്നും കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പോമോഗ്രാനൈറ്റ്സ് അഥവാ മാതളം എന്ന് പറയുന്നത്. അതും നമുക്ക് ജ്യൂസാക്കി അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ കഴിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള സർക്കുലേഷനൊക്കെ പെട്ടെന്ന് കുറയുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളമാണ് ആവശ്യം എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കണക്കിൽ നിങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെയൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. നിങ്ങളുടെ ലെഗിന് എക്സസൈസ് കൊടുക്കുക, നിങ്ങളുടെ ടോട്ടൽ ബോഡിക്ക് എക്സസൈസ് കൊടുക്കുക. നിങ്ങളുടെ ലെഗിന് എക്സസൈസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടത്തം നിങ്ങൾക്ക് ചെയ്യാം. വെരിക്കോസ് വെയിൻ നല്ല സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാണെങ്കിൽ വിഗറസ് ആയിട്ടുള്ള നടത്തവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നടക്കുന്നതൊക്കെ നിങ്ങളുടെ ബോഡിക്ക് നല്ലതാണ്. ഒരു ദിവസം ഒരു 45 മിനിറ്റ് നിങ്ങൾ നല്ലൊരു വാക്കിംഗ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാലിന് എക്സസൈസ് കൊടുക്കുക. ലെഗ് റേസിങ് എക്സസൈസ് ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ചുമരിൽ നിങ്ങളുടെ കാല്, അതായത് നിങ്ങളുടെ തല ബെഡിൽ സപ്പോർട്ട് ചെയ്തിട്ട് കാല് നിങ്ങൾ ചുമരിലോട്ട് വെച്ചിട്ട് നിങ്ങളുടെ കാല് എത്ര സമയം, അതായത് നിങ്ങൾക്ക് മാക്സിമം നമുക്കൊരു 10 സെക്കൻഡൊക്കെ അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. മാക്സിമം 10 സെക്കൻഡ് നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് എല്ലാ ദിവസവും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ആ ഒരു ലെഗ് എക്സസൈസ് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഡയബറ്റിക് അല്ലെങ്കിൽ ഈ വെരിക്കോസ് വെയിൻ്റെ ഒക്കെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കിങ്സ് നിങ്ങൾ ഒരുപാട് ദൂരം നടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കിങ്സ് കാലുമ്മൽ ഇട്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബാൻഡേജസ് യൂസ് ചെയ്യാം. ബാൻഡേജസ് കഴിവതും പകൽ സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. അത് നിങ്ങൾ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കാലിലൊക്കെ കെട്ടിയിടുക. കാല് നിങ്ങൾ തലയണേൻ്റെ മുകളിലൊക്കെ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ടോട്ടലായിട്ടുള്ള ഇപ്പോൾ ഈ കാലിന് മാത്രമല്ല സർക്കുലേഷൻ കുറയും നമ്മുടെ ശരീരത്തിൽ. ഇപ്പം കൊളസ്ട്രോൾ കൂടുതലായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർട്ടിലോട്ടുള്ള സർക്കുലേഷൻ കുറയും, ബ്ലോക്ക് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. റെഡ് മീറ്റ് നിങ്ങൾ മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ലീൻ മീറ്റ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കാം. ചിക്കൻ നിങ്ങൾ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറി വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുട്ട കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, മുട്ട നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളാണെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ആപ്പിൾ, മുന്തിരി, അതുപോലെ തന്നെ ചെറിയ ഫ്രൂട്ട്സുകളൊക്കെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങണം. അതായത് ഒരു ദിവസം ഒരു 7 മുതൽ 8 മണിക്കൂർ എങ്ങനെയാണെങ്കിലും നിങ്ങൾ മാക്സിമം രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങുക. പകൽ സമയങ്ങളിൽ ഉറങ്ങുന്നത് കുറയ്ക്കുക. നമ്മുടെ ബോഡിയിൽ അത് കഫം കൂട്ടാനൊക്കെ കാരണമാകുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചിട്ട് രാത്രി സമയം നിങ്ങൾ കറക്റ്റായിട്ട് കിടന്നുറങ്ങുക. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുക, പ്രാണായാമാസ് ചെയ്യുക, ഫോളോ ചെയ്യുക.
അതുപോലെ തന്നെ യോഗ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് നട്ട്സ് എടുക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നമുക്ക് വേണ്ട ഒരളവിൽ ഒരു 8 മുതൽ 10 നട്ട്സ് എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. സീഡ്സ് കഴിക്കുന്നതും നമ്മുടെ ബോഡിയിൽ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് പംകിൻ സീഡ്സോ സൺഫ്ലവർ സീഡ്സും അതൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടി നോക്കുക. വെയിറ്റ് നിങ്ങൾ മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. സാലഡ്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന അനാവശ്യമായിട്ട് വരുന്ന കൊഴുപ്പ് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് ക്ലോട്ട് ആവുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സർക്കുലേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ വേദനയോ കടച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടും യാതൊരു മാറ്റവും കാര്യങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.